ഗിരിപ്രഭാഷണത്തിലെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ദൈവസ്വീകാര്യമായ ദൈവനീതി അല്ലെങ്കിൽ ദൈവസ്വീകാര്യമായ ഭക്തി എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് തുടർന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവ് അനുസരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിലെ വള്ളിയും പുള്ളിയും മാറിപ്പോകാതെ അത് നിവൃത്തിയാകുന്ന ോളം അത് നിലനിൽക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന് ശേഷം വള്ളിയും പുള്ളിയും ഒക്കെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവിടെ വള്ളിയും പുള്ളിയും ഒക്കെ അനുസരിക്കാനുള്ളതായിരിക്കുന്ന ശ്രമം അല്ല ദൈവം സ്വീകരിക്കുന്നതായിരിക്കുന്ന അനുസരണം, ദൈവം സ്വീകരിക്കുന്ന വിശുദ്ധ ജീവിതം എന്ന് കർത്താവ് തുറന്ന് നമ്മളോട് പറയും. കാരണം അനുസരണത്തിന് രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അനുസരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ളതായിരിക്കുന്ന അനുസരണം. അനുസരിച്ചു എന്ന് അങ്ങനെ അനുസരിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്ന ആ നിലയിലുള്ളതായിരിക്കുന്ന അനുസരണം. എന്നാൽ ഹൃദയപൂർവമായിരിക്കുന്ന അനുസരണം, ദൈവം സ്വീകരിക്കുന്നതായിട്ടുള്ള അനുസരണം അനുസരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള അനുസരണമല്ല. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവം പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന മനസ്സാണ് ദൈവം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അതിനെയാണ് അഭിനന്ദിക്കുന്നത്. അല്ലാതെ നമ്മള് അനുസരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങള് അല്ലെ ആ നിലയിലുള്ളതായിരിക്കുന്ന പരിശ്രമങ്ങളെ കാപട്യം, കപടഭക്തി എന്നാണ് കർത്താവ് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് എല്ലാം ഈ രണ്ട് സാധ്യതകൾ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് ആ നിലയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം, അനുസരിക്കണം എന്നുള്ളതായിരിക്കുന്ന നിലയിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരവസ്ഥയിൽ പോലും പൂർണ്ണമായ നിലയിൽ നമ്മളത് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ അതിന് ഈ ഹൃദയംഗമായ അനുസരണം, ഹൃദയംഗമായ വിശുദ്ധ ജീവിതം, ഹൃദയംഗമായ ദൈവപ്രസാദം, ഇതിന് അടയാളമായിട്ട് ഇതിന് ഉള്ള ഉദാഹരണമായിട്ട് കർത്താവ് 6 കാര്യങ്ങൾ ഈ പർവ്വത പ്രസംഗത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെയധികം പ്രായോഗികമായ ഒരു വിഷയമാണ്. കാരണം മനുഷ്യരായിട്ടുള്ള എല്ലാ ആളുകളും ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ആളുകളാണ് എങ്കിൽ എല്ലാവരും നേരിടുന്ന ഒരു പരീക്ഷയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അത് വർത്തമാനകാലത്ത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഹൗ ക്യാൻ വി റിമെയിൻ സെക്ഷുവലി പ്യൂർ, എങ്ങനെയാണ് നമുക്ക് ലൈംഗിക മേഖലയില് വിശുദ്ധന്മാരായിട്ട് ദൈവ പ്രസാദം വരുത്തുന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഇന്നത്തെ വർത്തമാന കാലത്ത് ഭക്തന്മാർക്കും അഭക്തന്മാർ പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല, വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം ഒരുപാട് ഭക്തന്മാര് വീണുപോയ ഒരു മേഖലയാണ്. ദാവീദിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാമല്ലോ. അദ്ദേഹത്തിന് വന്നതായിരിക്കുന്ന പരാജയം ലൈംഗിക മേഖലയിൽ വന്ന പരാജയമാണ്. പല പരാജയങ്ങളിലേക്ക് തന്നെ നയിച്ചു. പിന്നെ അസത്യം പറയേണ്ടതായിട്ട് വന്നു, പിന്നീട് അത് കൊലപാതകത്തിലേക്ക് വന്നു, അതിനെ മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനോട് ബന്ധപ്പെട്ട് ദാവീദിന്റെ ജീവിതത്തിൽ വന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഈ പ്രശ്നം നേരിടാത്ത ആരുമില്ല, എല്ലാവർക്കും ഇത് ഒരു പ്രശ്നമാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പരീക്ഷകളെ കുറിച്ചും പ്രലോഭനങ്ങളെ കുറിച്ചും നമ്മൾ നോക്കുമ്പോൾ അത് ഒരിക്കലായിട്ട് വിജയിച്ചു, ഇനിയും അതിൽ വിജയം ആവശ്യമില്ല എന്ന നിലയിലല്ല ഇരിക്കുന്നത്. നിരന്തരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് പ്രലോഭനങ്ങൾ എന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഈ പ്രലോഭനങ്ങളെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുക? അപ്പൊ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന കൽപ്പന. ലൈംഗിക പാപങ്ങൾ പാടില്ല. വ്യഭിചാരം എന്നുള്ളതിനെ
കുറച്ചുകൂടെ വിശാലമായി അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊതുവായി പറഞ്ഞാൽ ലൈംഗിക പാപങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്? അത് 27 മുതലുള്ളതായിരിക്കും. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ 3 വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗമായി കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ്. 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളകാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന പഴയ നിയമത്തിലെ 10 കൽപ്പനകളുടെ ഭാഗമായിട്ട് കർത്താവ് ദൈവം നൽകിയതായ കൽപ്പനയാണ്. 7-ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന. വ്യഭിചാരത്തെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഉള്ള ഒരു ധാരണ, അവർക്കത് അറിയാൻ വയ്യാത്തത് കൊണ്ട് ആകണമെന്ന് നിർബന്ധമില്ല, എങ്കിലും അവരതിനെടുത്തതായിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ശാരീരിക ബന്ധം ഒഴിവാക്കുക എന്ന നിലയിലാണ് വ്യഭിചാരത്തെ കുറിച്ച് അവര് അതിനെ കണ്ടത്. ഒരു വ്യഭിചാരം എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഒരു സ്ത്രീയുമായിട്ട്, ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെയാണ് അവര് വ്യഭിചാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് വ്യഭിചാരത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരോധിക്കുന്നതായ കൽപ്പന നൽകുമ്പോൾ ആ പരിമിതി വെച്ചുകൊണ്ടല്ല നൽകിയത് എന്ന് കർത്താവിന്റെ വാക്കിൽ നിന്ന് അല്ല. മാത്രമല്ല 10 കൽപ്പനകൾ പരിശോധിച്ച് നോക്കിയാലും 10-ാമത്തെ കൽപ്പന അങ്ങനെയാണല്ലോ, മോഹിക്കരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പന 10-ാമത്തെ കൽപ്പനയായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്, അദ്ദേഹത്തിന്റെ സമ്പത്ത് മോഹിക്കരുത്, അദ്ദേഹത്തിന്റെ കഴുതയെ മോഹിക്കരുത് എന്നൊക്കെ പറയുന്നതായിരിക്കും നിബന്ധന 10-ാമത്തെ വാക്യത്തില്, 10-ാമത്തെ കൽപ്പനയില്. അതുകൊണ്ട് മോഹം എന്ന് പറയുന്നത് ദൈവം നിരോധിച്ചൊരു കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ സ്റ്റാൻലി ടൂസൈൻ എന്ന് പറയുന്ന ദൈവദാസ് പറഞ്ഞതുപോലെ നമ്മൾ 10 കൽപ്പനകൾ വായിക്കുമ്പോൾ 9 കൽപ്പനകള് നമുക്ക് അനുസരിച്ചു എന്ന് വരുത്താൻ കഴിയുന്നതായിരിക്കുന്ന കൽപ്പനകൾ. 10-ാമത്തെ കൽപ്പനയാണ് പ്രശ്നം. മോഹിക്കരുത് എന്ന് പറഞ്ഞതായിരിക്കുന്ന കൽപ്പനയാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളതായിരിക്കുന്ന കൽപ്പന. കാരണം അതിന്റെ തലം എന്ന് പറയുന്നത് ബാഹ്യ അനുസരണം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഹൃദയത്തിലെടുക്കുന്നതായിരിക്കുന്ന തീരുമാനങ്ങള്, ചിന്തകള് ആണ് മോഹം എന്ന് പറയുന്ന വിഷയത്തെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ ബാഹ്യമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒന്നാമത് ലൈംഗികതയെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്, ലൈംഗികത ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് ഒന്നാമത് പറയണം. ലൈംഗികത എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വികാരം ലൈംഗിക വികാരമാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വികാരം എന്നത് ലൈംഗിക വികാരമാണ്. അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ ആസ്വാദ്യകരമായ, ആനന്ദകരമായ അനുഭവമാണ്. അതിനെക്കുറിച്ച് ഉള്ള പഠനം നമുക്ക് നടത്താവുന്നതാണ്. ഉത്തമഗീതത്തിന്റെ പഠനം, എങ്ങനെയാണ് ദൈവം മനുഷ്യരെ ലൈംഗികത നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്, അതെങ്ങനെ അവർക്ക് അത് ആസ്വാദ്യകരമായിട്ട് ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഉത്തമഗീതം പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് ദൈവം ലൈംഗിക കാര്യങ്ങൾ, ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഗ്രഹമായിട്ട് നൽകിയിരിക്കുന്ന കാര്യമാണ്. അപ്പോഴേ അത് ദൈവം വിവാഹം എന്ന ദൈവത്തിന്റെ ക്രമീകരണത്തിന്റെ ഉള്ളിലാണ് അതിനെ. വിവാഹം എന്ന ദൈവ ക്രമീകരണത്തിന്റെ ഉള്ളിൽ ദൈവം മനുഷ്യർക്ക് ആസ്വദിക്കുവാൻ, ആനന്ദിക്കുവാൻ, മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടി, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, അവന്റെ വർധനവിന് വേണ്ടി ഒക്കെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണ്
ലൈംഗിക വികാരം, ലൈംഗികത എന്ന്. എന്നാൽ അത് ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ക്രമീകരണത്തിന്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അപകടകരമായ കാര്യമാണ്. ടോമി നെൽസൺ എന്ന് പറയുന്ന പ്രസംഗകൻ അദ്ദേഹം പറയുന്നത് പോലെ തീയ്, ഫയർ എന്നത് നല്ല ഒരു കാര്യമാണ്. നമ്മൾ ആ തീയ് അടുപ്പില് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതില് നല്ല രുചികരമായ ആഹാരങ്ങൾ പാകം ചെയ്ത് കഴിക്കാനായിട്ട് നല്ല കാര്യമാണ് തീയ്. എന്നാൽ ആ തീയെ ആ അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മുടെ ഫ്രണ്ട് റൂമിലോ സോഫയുടെ കീഴിലോ ഒക്കെ കൊണ്ടുവന്ന് നമ്മള് ഈ തീ കൊണ്ടുവച്ചാല് അത് വീട് മുഴുവൻ കത്തിച്ചു കളയും. അത് അപകടകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ ലൈംഗികത എന്നത് വളരെ അനുഗ്രഹീതമായ മനുഷ്യന്റെ ആസ്വാദനത്തിന് വേണ്ടി ദൈവം തന്റെ കാരുണ്യത്തിൽ നൽകിയിരിക്കുന്ന ഒരു ക്രമീകരണമായിരിക്കുമ്പോൾ തന്നെ ദൈവം വെച്ചതായിരിക്കുന്ന നിയന്ത്രണങ്ങൾ, ദൈവം വെച്ചതായിരിക്കുന്ന ക്രമീകരണം മറികടന്ന് വിവാഹത്തിന്റെ ആ ക്രമീകരണത്തിന് വെളിയിലേക്ക് ഈ ലൈംഗികതയെ കൊണ്ടുവന്നാൽ അത് ജീവിതത്തെ കത്തിച്ചു കളയുന്ന, ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന വളരെ മാരകമായ ഒരു പ്രശ്നമായിട്ട് വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഗൗരവമായ ഒരു പ്രശ്നമാണ് ലൈംഗിക പാപങ്ങൾ എന്നത്. അപ്പൊ ഈ പാപത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്, അല്ലെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കർത്താവ് പറഞ്ഞത് ബാഹ്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. പാപത്തെ നേരിടേണ്ടത് അതിന്റെ ഉറവിടത്തിൽ തന്നെയാണ്. അല്ലാതെ പാപം വളർന്ന് വരുന്ന നിലയില് വൃക്ഷമായതിനു ശേഷം അല്ല അതിനെ നേരിടേണ്ടത്. അതിന്റെ ബീജാവസ്ഥയിൽ, അതിന്റെ സീഡ് ലെവലിൽ തന്നെ പാപത്തെ നേരിട്ടെങ്കിലേ നമുക്ക് അതിൽ നിന്ന് വിജയം സാധിക്കാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു, പാപം അല്ലെങ്കിൽ ലൈംഗിക പാപം, വ്യഭിചാരം എന്നത് പ്രവൃത്തിയിലല്ല പരിമിതപ്പെട്ടിരിക്കുന്നത്, പിന്നെയോ അത് ചിന്തയിലാണ് ആരംഭിക്കുന്നത്. വ്യഭിചാരം എന്നത് ആരംഭിക്കുന്നത് ചിന്തയിലാണ്. അത് ചിന്തയുടെ നോട്ടം, അതെവിടെയാണ് ഈ വ്യഭിചാരത്തിന്റെ ആരംഭം എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കർത്താവ് 10 കൽപ്പനകളിൽ അരുളി ചെയ്തപ്പോൾ ശാരീരിക ബന്ധത്തിൽ വിവാഹത്തിന് വെളിയില് അന്യന്റെ ഭാര്യ അല്ലെങ്കിൽ മറ്റ് പരസ്ത്രീകൾ അവരുമായുള്ള ബന്ധം, ശാരീരിക ബന്ധം പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ, അങ്ങനെയാണ് അവരതിനെ വ്യാഖ്യാനിച്ചത്. അത് ഒഴിവാക്കിയാൽ വ്യഭിചാരം ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കുന്ന വിഷയത്തില് നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് ആ കോളം ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ധനവാനായ മനുഷ്യൻ വന്നു, സ്വർഗരാജ്യം പ്രാപിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, നീ കേട്ടിട്ടുണ്ടല്ലോ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ ചെറുപ്പകാലം മുതൽ ചെയ്യുന്നതാണ്. ശരിയാ, ഓക്കെ. അതിന് ചോദിച്ചാൽ ടിക്ക് ചെയ്തതാ. അതായത് അവര് അതിനെ വ്യാഖ്യാനിച്ചതായിരിക്കുന്ന ഒരു നിലയില് ഈ കാര്യമൊക്കെ അവർ ടിക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ വ്യഭിചാരം ചെയ്യുന്നയാളല്ല, എനിക്ക് ആ പ്രശ്നമില്ല, അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കർത്താവ് പറയുന്ന അതിന്റെ ആഴം, ഈ കൽപ്പന ആഴം, അത് ചിന്താതലത്തില്, മോഹത്തിന്റെ തലത്തില് ആണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. അത് പ്രവൃത്തി തലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കും എന്നുള്ളത് ശരിയാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നില്ല എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ മോഹിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. നോട്ടത്തിന്റെ ഫലമായിട്ട് ഉള്ളതായിരിക്കുന്ന മോഹം, മോഹത്തിന്റെ ഫലമായിട്ടുള്ളതായിരിക്കുന്ന അതിനോട് ചേർത്തുള്ളതായിരിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ ഫാന്റസി എന്ന് പറയാം. ഈ കാര്യങ്ങൾ വ്യഭിചാരമാണ് എന്നുള്ള കാര്യമാണ് കർത്താവ്. അപ്പൊ മാർട്ടിൻ ലൂതർ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പക്ഷികള് നമ്മളെ തലയുടെ മുകളിൽ കൂടെ പറക്കുന്നത്
ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ പക്ഷികൾ തലയിലെ കൂടുണ്ടാക്കാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അവിടെ ലൈംഗിക ചിന്തകളും പ്രലോഭനങ്ങളും അതിന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലായ്പ്പോഴും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് നമ്മുടെ ജീവിതവുമായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യമുള്ള മനുഷ്യരാണ് എങ്കിൽ ലൈംഗിക ചിന്തകൾ മണിക്കൂറുകളില് പല പ്രാവശ്യം നമ്മളുടെ ഹൃദയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ചിന്തയാണ്. എന്നാൽ ആ ചിന്തയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ആ ചിന്തകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോഴ് നോട്ടം എന്നതാണ് ഒന്നാമത്തെ പ്രശ്നമായിട്ട് കർത്താവ് പറഞ്ഞത്. ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദ ഫസ്റ്റ് ലുക്ക് ഈസ് ടെംപ്റ്റേഷൻ, ദ സെക്കൻഡ് ലുക്ക് ഈസ് സിൻ. ഒന്നാമത്തെ നോട്ടം എന്ന് പറയുന്നത് പരീക്ഷയാണ്, രണ്ടാമത്തെ നോട്ടം എന്ന് പറയുന്നത് പാപമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു നോട്ടം നോക്കി, അതിനുശേഷം രണ്ടാമത് നോക്കുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ ഒരു സ്ത്രീ പുരുഷനെ നോക്കുന്നു, പുരുഷൻ സ്ത്രീയെ നോക്കുന്നു. അപ്പൊ ഇത് രണ്ടുപേർക്കും ബാധകമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നോട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രശ്നം എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവസ്ഥർ സംസാരിക്കുന്നത് നമുക്കത് അറിയാമല്ലോ. നമുക്ക് നോട്ടം എന്ന് പറയുന്നത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഈ കാലങ്ങളില് വളരെ ഗൗരവമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അന്യായമായി ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള സൗകര്യം. അതിനെ നമ്മൾ ഇന്റർനെറ്റ് പോണോഗ്രഫി എന്നാ പറയുന്നത്. ചിത്രങ്ങള് പണ്ട് കാലത്തും സാധിക്കുമായിരുന്നു, എന്നാൽ ഇതുപോലെ സുലഭമായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ പോണോഗ്രഫിക്കായിട്ടുള്ള മാഗസീനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അത് പോയി അന്വേഷിച്ചൊക്കെ കണ്ടുപിടിക്കണം. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന സ്മാർട്ട് ഫോണ് ഉപയോഗിച്ച് അന്യായമായിരിക്കുന്ന ലൈംഗികമായിരിക്കുന്ന മ്ലേച്ഛമായ വികാരങ്ങളെ വളരെയധികം ഉണർത്തുന്ന അസ്വാഭാവികമായ ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ കൊറോണ കാലത്തെ കാര്യം നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ? നിങ്ങൾ വായിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ്. കൊറോണ കാലത്ത് ഇന്റർനെറ്റ് അതിനെ കുറിച്ച് പറഞ്ഞത്, ഇന്റർനെറ്റ് ഇവര് ഫ്രീ ആയിട്ട് ഈ വെബ്സൈറ്റുകള് കാണാനുള്ളതായിരിക്കുന്ന സൗകര്യം കൊടുത്തു. 80% വർദ്ധിച്ചു എന്നാണ്. ഇന്റർനെറ്റ് ഈ പോൺ സൈറ്റുകളുടെ സന്ദർശനം ഈ കൊറോണ കാലത്തെ സമയത്ത് 80% വർദ്ധിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. അത് പറയാൻ മനുഷ്യരെ ചുമ്മാ കൊറോണ കാലത്ത് അവര് എങ്ങനെയായി സമയം ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് പോയി ഈ വേണ്ടാത്ത പടങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നാണ് ഈ കൊറോണ കാലം അവര് കഴിക്കുന്നത്. അത് ഒരു ഭയങ്കര പരിപാടിയാണ്. അവിശ്വാസികളായിട്ടുള്ള ആളുകളെ അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ? വിശ്വാസികൾ അങ്ങൊന്നും ചെയ്യത്തില്ല. ആരും നല്ലതാരും എന്റെ പൊന്നെ, വിശ്വാസികൾക്കും ഉണ്ട് കേട്ടോ ഈ പണി. അയ്യോ, ഇതൊരു വലിയ പ്രശ്നമാ. മനുഷ്യ വിശ്വാസത്തിലെ ഒരു നല്ല പെർസെന്റേജ്, ഞാൻ പെർസെന്റേജ് ഒന്നും പറയുന്നൊന്നുമില്ല, ആളുകള് പിന്നെ കണ്ടോണ്ടൊക്കെ ഇരിക്കുമ്പോ ഭാര്യ വരാതൊക്കെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അങ്ങനെയൊക്കെ നിന്ന് അവരിതൊക്കെ കാണും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര, എന്റെ പൊന്നെ, ഇത് ഭയങ്കര ഉപദ്രവമാണ്. കാര്യം ചോദിച്ചാൽ മനുഷ്യർക്കൊന്നും സാധ്യമായ രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല ഇവർ കാണും. ഞാൻ ദൈവത്തിന്റെ മഹാകാരുണ്യം കൊണ്ട് അങ്ങനെ ഒരു പരീക്ഷയിൽ ഞാൻ അകപ്പെട്ടിട്ടില്ല. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇതൊരു വലിയ പരീക്ഷയാണ്. മനുഷ്യർക്ക് അന്യായമായ രീതിയിൽ അശുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നതിനുള്ളതായിരിക്കുന്ന സൗകര്യം ഇക്കാലത്തുണ്ട്. നിങ്ങള് വ്യഭിചാരം ചെയ്യരുത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഹൃദയം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന വ്യഭിചാരമാണ്.
അത് മാരകമായിരിക്കുന്ന പാപമാണ്. അത് ദൈവം നരകശിക്ഷയ്ക്ക് യോഗ്യമാക്കുന്നതായിരിക്കുന്ന പാപമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഈ ആധുനിക കാലത്ത് ലൈംഗികതയുടെ അതിപ്രസരം നിമിത്തം ലൈംഗിക പാപങ്ങളെ മനുഷ്യർ ഗണ്യമാക്കുന്നില്ല. അത് അപാരമായിരിക്കുന്ന പ്രശ്നമാണ്. ലൈംഗിക പാപങ്ങളുടെ അതിപ്രസരം ലോകത്തിൽ ഉള്ളത് കൊണ്ട് വിശ്വാസികളെയും ഇത് ഗൗരവമായിട്ട് ബാധിക്കും. ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ, ലൈംഗിക പാപങ്ങൾ ഒഴിവാക്കുവാൻ ഉള്ളതായിരിക്കുന്ന കടപ്പാട് വിശ്വാസികൾക്കുണ്ട്. ഭക്തന്മാരെ കുറിച്ച്, സഭാ നേതൃത്വത്തിലുള്ളവരെ കുറിച്ച്, മൂപ്പന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായിട്ട് പറഞ്ഞത് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കും എന്ന കാര്യം. ഏക ഭാര്യയുടെ ഭർത്താവ്. ഇംഗ്ലീഷിലെ ഗ്രീക്കിലെ പ്രയോഗം വളരെ നല്ല പ്രയോഗം കേട്ടോ. ഹസ്ബൻഡ് വൺ വൈഫ് അല്ലെങ്കിൽ വൺ വുമൺ മാൻ എന്നാണ് അതിന്റെ അക്ഷരികമായ പരിഭാഷ എന്ന് പറയുന്നത്. വൺ വുമൺ മാൻ, ഒരു സ്ത്രീ ഉള്ളതായിരിക്കുന്ന പുരുഷൻ. ഞാന് നിങ്ങളോടും എന്നോടും ഒക്കെ ചോദിക്കുക, ഒരു സ്ത്രീയെ ഉള്ളോ ജീവിതത്തിൽ? അതോ മറ്റു സ്ത്രീകളുണ്ടോ? ഭാര്യയൊന്നും അറിയില്ല, നമ്മുടെ മനസ്സിലേക്ക് മറ്റു സ്ത്രീകൾ വന്ന് കയറിയ അങ്ങനെ ഭാര്യ അറിയും. പക്ഷെ ദൈവം അറിയും. അത് ദൈവമക്കൾക്ക് യോജിക്കുന്നതായിരിക്കുന്ന ഒരു പരിപാടിയല്ല. യു ഹാവ് ഓൺലി വൺ വുമൺ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ് ടു ഡു. ജീവിതത്തിലെ മറ്റ് സ്ത്രീകൾ, മറ്റ് പുരുഷന്മാർ, മറ്റ് ബന്ധങ്ങൾ, ചിന്തകളിലേക്ക് കടന്നു വരാതിരിക്കുക എന്ന് പറയുന്നത് 24 മണിക്കൂറും അധ്വാനിക്കേണ്ടതായിരിക്കുന്ന ഒരു പരിശ്രമം. അല്ലാതെ സാധിക്കില്ല. ഇത് ഏത് നിമിഷത്തിലാണ് ചാടിക്കയറി വരുന്നതെന്ന് പറയാനില്ല. ഇതൊരു ഭയങ്കര പരീക്ഷയാണ്. അങ്ങനെ പരീക്ഷയില്ലാത്ത ആളുകളുണ്ടാവും കൂടെ. എല്ലാവരുടെയും പരീക്ഷ തുല്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതൊരു കഠിനമായ പരീക്ഷയാണ്. ശലോമോന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, പ്രോവർബ്സിൽ അദ്ദേഹം പറഞ്ഞു, ഈ പരിപാടി എന്ന് പറയുന്നത് മടിയിൽ തീ കൊണ്ടുപോകുന്ന പോലാണ്. മടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമ്മുടെ വസ്ത്രത്തിനകത്ത് കുറച്ച് തീക്കണ്ണും എല്ലാം കൂടെ വാരിയിട്ട് അത് കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുപോലെയായി പരിപാടി. ലൈംഗിക വികാരങ്ങൾ അതിനെ ദൈവഹിതപ്രകാരം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അപകടകരമാണ്. അത് വലിയ ദോഷം ജീവിതത്തിൽ ചെയ്യും. ജീവിതത്തിന്റെ വിശുദ്ധിയെ എടുത്തു കളയും. ദൈവത്തോടുള്ള ബന്ധത്തിനുള്ള ധൈര്യം ചോർത്തിക്കളയും. ദൈവമക്കൾ എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യം ഇല്ലായ്മ ചെയ്യും. അത് ഗൗരവമായി പരിഗണിക്കാനുള്ള, ഗൗരവമായി കരുതുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ തീരുമാനം ദൈവജനത്തിന്റെ ആവശ്യമാണ്. ഇത് വളരെ പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരുപാട് അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെ ഈ ചിന്താതലത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് അത് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതായിരിക്കുന്ന പരീക്ഷയാണ്. നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ പഴയകാല അനുഭവങ്ങള്, പഴയകാലത്ത് കണ്ട കാര്യങ്ങള്, പഴയകാല ബന്ധങ്ങള്, പിന്നെ ഇതെല്ലാം വായിച്ച നോവലുകള്, കണ്ട സിനിമകള്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ആ പുറകില് മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ചില അവസരങ്ങളിലെല്ലാം പൊതുവെ ഇതിങ്ങനെ ചാടി 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 നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരീക്ഷിക്കുവാൻ, നമ്മളുടെ ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലാതാക്കാനായിട്ട് ഈ ചിന്തകളും വിചാരങ്ങളും നിരന്തരമായിട്ട് നമ്മളെ പരീക്ഷിച്ചുകൊണ്ട്. എന്നാൽ ഒരു ദൈവം ചെയ്ത ഒരു കാരുണ്യം നമുക്ക് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുവാദം കൂടാതെ ഈ ചിന്തകൾ നമ്മളെ ഭരിക്കാനായിട്ട് അത് സാധിക്കില്ല. അതിനെക്കുറിച്ച് അതും ബില്ലി ഗ്രഹാം പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ ഇത് വന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കാതെ ഈ വികാരങ്ങൾക്ക്, ഈ ചിന്തകൾക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അവിടെ നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ചിന്താതലത്തിൽ ഉള്ളതായിരിക്കുന്ന പോരാട്ടം. കർത്താവ് മോഹിക്കേണ്ടതിന് അതിനെ കുറിച്ച് ചില വളരെ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദ ബാറ്റിൽ ദാറ്റ് എവരി മാൻ ഷുഡ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. എ ബാറ്റിൽ ദാറ്റ് എവരി മാൻ ഷുഡ് ഫൈറ്റ്. നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു യുദ്ധം. അത് ഈ മാനസിക തലത്തിലുള്ളതായിരിക്കുന്ന യുദ്ധമാണ്.
മാനസിക തലത്തിൽ. ദ വൺ ഹു വിൻസ് ദ വാർ ഇൻ ദ മൈൻഡ് ഈസ് ദ വൺ ഹു വിൻസ് ദ വാർ ഇൻ സെക്ഷൽ പ്യൂരിറ്റി. ലൈംഗിക നിർമ്മലതയില് നമ്മൾ ജയിക്കുന്ന ജയം എന്ന് പറയുന്നത് ഈ ചിന്താതലത്തില്, മോഹത്തിന്റെ തലത്തില് നമ്മൾ നേടുന്നതായിരിക്കുന്ന വിജയമാണ്. അത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിരന്തരമായിട്ട് നേരിടേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ എന്നെ സഹായിച്ച 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ ഒരു പരാജയം ഞാൻ വരുത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ എനിക്ക് സഹായകരമായി തീർന്ന, മാത്രമല്ല ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നതായിരിക്കുന്ന കാര്യം, ഒന്നാമത് പ്രാർത്ഥനയാണ്. നമ്മൾ ഈ വിഷയത്തില് ദൈവത്തിന്റെ സന്നിധിയില് വിശുദ്ധരായി ജീവിക്കുവാൻ കർത്താവ് വേറെ ഒരു അന്യായമായി ഒരു സ്ത്രീയെ എന്റെ മനസ്സിൽ പ്രവേശിക്കാതിരിക്കാൻ, സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പുരുഷന്മാർ, തെറ്റായ നിലയിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഗാർഡിങ് ദ മൈൻഡ്, അതിനെക്കുറിച്ചും ശലോമോനല്ലേ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക. ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക, കാരണം ജീവന്റെ ഉറവിടം അവിടെ നിന്നല്ലോ എന്നാണ് ശലോമോൻ നമ്മളോട് പറയുന്നത്. നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാക്കുവാനുള്ളതായിരിക്കുന്ന കടപ്പാട് നമുക്കുണ്ട്. ഈ വിഷയത്തിൽ ഡിലിജൻസ്, നിരന്തരമായ ഒരു അശ്രാന്ത പരിശ്രമം തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധം ദൈവജനത്തിന് ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത് പറഞ്ഞ പ്രാർത്ഥനയാണ്. രണ്ടാമത് പറഞ്ഞത് ദൈവവചനത്തിന്റെ സംരക്ഷണമാണ്. അവിടെ 119 സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ സംഗ്രഹിക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ സംഗ്രഹിക്കും. ഈ വിധമായിരിക്കുന്ന ആശയങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാനായിട്ട് ദൈവവചനത്തിന്റെ നിർദ്ദേശങ്ങൾ, ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ, ദൈവവചനത്തിലെ സത്യങ്ങൾ നമുക്ക് കാവൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെതിരെയുള്ളതായിരിക്കുന്ന നിരന്തരമായിരിക്കുന്ന ഒരു വാദഗതി, അതിനെതിരെ നിൽക്കുന്നതായിരിക്കുന്ന ദൈവവചനത്തിന്റെ സംരക്ഷണം ദൈവജനത്തിന് ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന കാര്യം പ്രധാനമായിട്ടും ആകാംക്ഷയെക്കുറിച്ചാണ്, വറിയെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ആ പ്രസ്താവന ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളതായിരിക്കും ഒരു നല്ല പ്രസ്താവനയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എല്ലാവരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവത്തിന് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന് ദിവ്യമായ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അത് പടയാളികള് അവരുടെ ഒരു കേന്ദ്രത്തെ സംരക്ഷിക്കാനായിട്ട് കാവൽ നിൽക്കുന്നതിന് സമാനമായ ഒരു പ്രസ്താവനയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അന്യായമായ ചിന്തകൾ പ്രവേശിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തിൽ ദൈവവചനത്തിന്റെ കാവൽ നമുക്ക് അനിവാര്യമാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം ദൈവവചനത്തിന്റെ കാവൽ, ദൈവവചനത്തിന്റെ ധ്യാനത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഇതാണ് കേട്ടോ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സത്യങ്ങൾ നമ്മളുടെ ഹൃദയത്തെ അന്യായമായ എല്ലാവിധ ചിന്തകളിൽ നിന്നും, വിശേഷാൽ ലൈംഗിക പാപത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന്, ഇന്ന് നമ്മുടെ വിഷയം അതായത് കൊണ്ടാണ് ഞാനതിന് ഊന്നൽ നൽകി പറയുന്നത്, അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ വരുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള അനേക വേദഭാഗങ്ങൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം. ജഡത്തിന്റെ ചിന്ത, മരണം. ഈ നമ്മുടെ ചിന്തകള് നമ്മുടെ ജഡത്തിൽ നിന്ന്, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് പിശാച് കൊണ്ടുവരുന്നതായിരിക്കുന്ന ചിന്തകളാണ്. എന്നാൽ ആത്മാവിന്റെ ചിന്ത, അതിനെക്കുറിച്ച് അതിന് 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം,
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. പരിശുദ്ധാത്മാവിന്റെ ചിന്ത നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആ ബോധം എനിക്ക് വളരെ സഹായകരമായി തീർന്നിട്ടുണ്ട്. റോമാലേഖനം 6-ാമത്തെ അധ്യായം വളരെ സഹായകരമാണ്. റോമാലേഖനം 13-ാമത്തെ അധ്യായം വളരെ സഹായകരമായ കാര്യമാണ്. ദൈവവചനത്തിലെ ദൈവത്തെ അനുസരിക്കുവാനും ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ളതായിരിക്കുന്ന ചിന്തകൾ ഈ വിഷയത്തിൽ വളരെ സഹായകരമായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. അവിടെ പ്രാർത്ഥന, ദൈവത്തിന്റെ വചനം എന്നുള്ളതായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ചിന്തകൾക്ക് നേരെ നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്തകളിൽ അശുദ്ധി കടന്നു വരുവാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ അശുദ്ധി കടന്നു വരുന്നതായിരിക്കുന്ന അനുഭവം വ്യഭിചാരത്തിന്റെ അനുഭവമാണ്. അതിൽ ദൈവം അംഗീകരിക്കുന്നതായിരിക്കുന്ന ലൈംഗിക വിശുദ്ധി ദൈവം ഈ അശുദ്ധ ചിന്തകൾ ഉള്ള ആ മനുഷ്യർക്ക് അത് സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ദൈവഹിതപ്രകാരം നിയന്ത്രിക്കുവാൻ അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ആ കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. വ്യഭിചാരം എന്ന് പറയുന്നത് വളരെ വളരെ ദൈവത്തിന് വളരെ വിരോധമുള്ളതായിരിക്കുന്ന ഒരു പാപമാണ്. എല്ലാ പാപങ്ങളും ദൈവത്തിന് വിരോധമാണെന്നുള്ളത് യാതൊരു തർക്കമില്ല. എങ്കിലും വ്യഭിചാരത്തിന് നേരെ ദൈവത്തിന് ഒരു പ്രത്യേക കോപമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മ്ലേച്ഛത ആ പാപത്തിലുണ്ട് എന്ന് കരുതുവാൻ ന്യായമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, മനുഷ്യര് ചെയ്യുന്ന എല്ലാ പാപവും ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ ഈ വ്യഭിചാരം എന്ന് പറയുന്നതായിരിക്കുന്ന പാപം ശരീരം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന പാപമാണ്. അത് മനുഷ്യന് വരുത്തുന്നതായിരിക്കുന്ന അശുദ്ധി, അവന്റെ ഹൃദയത്തിൽ വരുത്തുന്നതായിരിക്കുന്ന മാലിന്യം, അത് വരുത്തുന്നതായിരിക്കുന്ന കുറ്റബോധം, അത് വരുത്തുന്നതായിരിക്കുന്ന അടിമത്വം, ഇത് മറ്റ് പാപങ്ങളുമായിട്ട് തുലനപ്പെടുത്തുമ്പോൾ കാഠിന്യമേറിയതാണ്. ഇപ്പൊ ഒരാൾ മോഷ്ടിക്കുന്നു എന്ന് വിചാരിക്കുക. മോഷ്ടിച്ചു എന്നുള്ളതായിരിക്കുന്ന ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് മോഷ്ടിച്ചേ ഉള്ളൂ, അത് വലിയ ദോഷം ചെയ്യില്ല. എന്നാൽ വ്യഭിചാരത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ചിന്തകളല്ല. അത് പിന്നെയും നമ്മളെ അടിമപ്പെടുത്തുന്ന, അത് നമ്മളെ അഗാധമായി ഹൃദയത്തെ സ്വാധീനിക്കുന്ന, നമ്മളെ ജീവിതത്തെ വികലമാക്കുന്ന, നമ്മളെ ബന്ധനസ്ഥരാക്കുന്നതായിരിക്കുന്ന കാഠിന്യമേറിയ ബന്ധനങ്ങളായിട്ട് അത് ഇരിക്കും. അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുന്നത് ഗൗരവമായ ഒരു പ്രശ്നമാണ്. ജീവിതത്തിന്റെ വിശുദ്ധിയിൽ വ്യഭിചാരം എന്നത് വലിയ ഒരു പ്രശ്നമായി ഇരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. കർത്താവിന് പറയാനുള്ളത്, വ്യഭിചാരം ശാരീരികമായിരിക്കുന്ന ബന്ധം മാത്രമല്ല. വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടവും ആ നോട്ടത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചിന്തകളും, ആ ചിന്തകളെ താലോലിച്ച് അതിന്റെ ഫലമായിട്ട് ഹൃദയം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന ആ ചിന്തകളും പ്രവൃത്തികളും എല്ലാം വ്യഭിചാരമാണ് എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് ഇതിനുള്ള പ്രതിവിധി കൂടെ പറഞ്ഞ് കർത്താവ് പറഞ്ഞത് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞു ഇതെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞു, എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയാം. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളും വളരെ പാരലായിട്ടുള്ള സമാനമായിരിക്കുന്ന പ്രസ്താവനകളാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് കണ്ണിനെ കുറിച്ച്, മറ്റേത് കയ്യെ കുറിച്ച്. ഇവിടെ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞത് വലം കണ്ണ്, മറ്റേത് വലം കയ്യ്. ഈ വലത്തുവശം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ടല്ലോ. സാധാരണത്തിൽ ഒരു 90% ആളുകളും റൈറ്റ് ഹാൻഡഡ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയുടെ കേന്ദ്രം എന്നാണ് അതിന്റെ അർത്ഥം. വലം കണ്ണെന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. വലം കയ്യ് എന്ന് പറയുന്നത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് പുരോഗമിച്ചു.
കണ്ണിൽ ആരംഭിച്ചതായിരിക്കുന്ന കാര്യം കയ്യിൽ എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തി പദത്തിലേക്ക് വന്നു എന്നാണ് രണ്ടാമത്തെ ഉദാഹരണത്തിൽ കർത്താവ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ കാര്യത്തെ നേരിടുന്നത്? കർത്താവ് പറഞ്ഞു, വലം കണ്ണ് നിനക്ക് ഉറച്ച് വരുത്തുന്നെങ്കിൽ ചൂന്നെടുത്ത് എറിഞ്ഞു കളയും. നല്ല കാര്യമില്ലയോ? കയ്യെ നിനക്ക് ഇറച്ചിയാണ് എന്ത് ചെയ്യുക? വെട്ടി ദൂരെ കളഞ്ഞേക്കും. ഇങ്ങനെ അക്ഷരീകമായിട്ട് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. കണ്ണ് ഇടർച്ചയായതുകൊണ്ട് അത് ചൂന്നെടുത്ത് കളഞ്ഞ ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടർച്ച വരുന്നത് കൊണ്ട് തങ്ങളെ തന്നെ അവര് കണ്ടിച്ചു കളഞ്ഞ് അവര് ഷണ്ണന്മാരായി തീർന്ന ആളുകളുണ്ട്. ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറയും. ജസ്റ്റിൻ മാർട്ടിയർ ആണോ വേറെ ഒരു കക്ഷിയുണ്ടല്ലോ ആദ്യകാലത്തുണ്ടായത്? ഒറിജിൻ ആണ് കേട്ടോ, തെറ്റിപ്പോയി. ഒറിജിൻ എന്ന് പറയുന്നയാള് ഇച്ചിരി പട്ടനായിരുന്നു കേട്ടോ. അദ്ദേഹം ഈ വാക്യം അങ്ങോട്ട് വായിച്ചേച്ച് ആണ്ട് ചൂറക്കും പ്രശ്നമെന്നുള്ള കാര്യം മനസ്സിലാക്കി പുള്ളി ഷണ്ണനായി. യഥാർത്ഥത്തില് അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. വലങ്കണ്ണ് ചൂന്നെറിഞ്ഞ് എടുത്തെറിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തരുമോ? ഇടങ്കണ്ണുണ്ടല്ലോ, ഒറ്റക്കണ്ണന്മാര് ഭയങ്കര കുഴപ്പമുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്കതാ. അതുപോലെ തന്നെ വലങ്കാല് പോയാലോ ഇടങ്കാലം കൊണ്ട് ചാടി പോകും. അപ്പൊ കണ്ണും കാലും കണ്ടിച്ച് കളഞ്ഞ പ്രശ്നം പരിഹരിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, ഇതിന് നേരെ വിപ്ലവകരമായ ഒരു സമീപനം വേണം. ഇറ്റ്സ് എ റാഡിക്കൽ റിയാക്ഷൻ ടു ദിസ് സിൻ. ഈ പാപത്തെ സംബന്ധിച്ച് കാഠിന്യമേറിയ ഒരു നിലപാട് വേണം. അങ്ങനെയൊക്കെ പറ്റിപ്പോയെന്നേ ഉള്ളൂ. പാപിനെ അപേക്ഷിച്ചൊക്കെ അങ്ങനെ അല്ലയോ എന്ന് പറയുന്ന ഒരു സമീപനം സാധിക്കില്ല. പാപം ചെയ്യുന്ന മനുഷ്യരൊക്കെ പറയുന്നത്, അച്ഛാ അതൊന്നും അങ്ങനൊന്നും ഒഴിവാക്കാൻ പറ്റുകയില്ല, ഭയങ്കര പ്രശ്നമാ. കണ്ണ് ചൂന്നെടുക്കുന്ന കളഞ്ഞതിന്റെ അത്രയും ഉള്ള റാഡിക്കലായിട്ടുള്ള ഒരു തീരുമാന വിഷയത്തെ കുറിച്ചുണ്ടോ? എനിക്ക് കാണാൻ അങ്ങ് താല്പര്യം വരും. അത് ശരി, എത്രയും കാണാതിരിക്കണമെന്നുള്ള തീരുമാനം ഉണ്ട്. എന്റെ ഒരു സ്നേഹിതനെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലമല്ല, കുറച്ചുകൂടെ മുൻപുള്ളതായിരിക്കുന്ന കാലമാണ്. അന്ന് ഈ ഐഫോണും ഈ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഫോണിൽ ഈ കാര്യം കിട്ടൂല. ഇന്റർനെറ്റ് വേണം, കമ്പ്യൂട്ടർ വേണം. അപ്പൊ അദ്ദേഹം വിശുദ്ധ ജീവിതം ചെയ്യാനായിട്ട് ഇത് തടസ്സമാണ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടെന്ന് തീരുമാനിച്ചു. കമ്പ്യൂട്ടർ ഉപയോഗിക്കണ്ട എന്ന് തീരുമാനിച്ചു. അത് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉണ്ട് എങ്കിൽ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ എനിക്കിത് കാണാൻ പരീക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. കമ്പ്യൂട്ടർ വേണ്ടെന്ന് വയ്ക്കുക. അത്ര റാഡിക്കലായിട്ട് തീരുമാനം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു അയഞ്ഞ നിലപാട് കൊണ്ട് സാധിക്കുകയില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുവാൻ, പാപത്തെ വീക്ഷിക്കുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തീവ്രമായി ആഗ്രഹിക്കുവാനുള്ള കടപ്പാട് നമുക്ക്. രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അല്ലെ? അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, വി നെവർ ഡ്രിഫ്റ്റ് ഇൻ ടു ഹോളിനെസ്. അബദ്ധവശാൽ ഒഴുകി ആരും വിശുദ്ധന്മാരായിട്ട് തീരുകയില്ല എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞു. വി ഡോണ്ട് ഡ്രിഫ്റ്റ് ഇൻ ടു ഹോളിനെസ്. നമ്മളാരും ഒഴുകി എവിടെയെങ്കിലും ചെന്ന് കയറിയില്ല. ഇത് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ശക്തിയിൽ, ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളതായിരിക്കുന്ന ബലത്തില് നിരന്തരമായി ദൈവ സന്നിധിയിലുള്ളതായിരിക്കുന്ന ആവേശവും താല്പര്യവും ആ നിലയിൽ നിലനിർത്തി മാത്രമേ ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ. പാപം ചെയ്യാനുള്ള യാതൊരു ന്യായീകരണവും ദൈവം അംഗീകരിച്ചു തരുന്നതായിരിക്കുന്ന ന്യായീകരണങ്ങളല്ല. പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ന്യായീകരണവും ദൈവം അംഗീകരിക്കുന്നതായിരിക്കുന്ന ന്യായീകരണമല്ല. അത് കർശനമായിരിക്കുന്ന, ഏറ്റവും ശക്തമായിരിക്കുന്ന നമ്മുടെ തന്നെ തീരുമാനം കൊണ്ട് രക്ഷപ്പെടാൻ വെക്കുമെന്നല്ല കർത്താവ് പറയുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിലുള്ളതായിരിക്കുന്ന താല്പര്യവും ആഗ്രഹവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനാപൂർവം അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ജക്സൺ ആളെന്ന് പറയുന്ന ദൈവ മനുഷ്യനോട് ഒരു സഹോദരി പറഞ്ഞു, തന്റെ ജോലി സ്ഥലത്തുള്ള ഒരു മനുഷ്യന് അയാളുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം അത് അത്ര രമ്യം, അതില് എന്റെ എന്റെ വിശുദ്ധ ജീവിതത്തിന് ചേരുന്ന നിലയിലുള്ളതായിരിക്കുന്ന ഒരു പോക്കല്ല. അതിൽ ഞാൻ അപകടം കാണുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുക?
എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഉടനെ ജക്സന്റെ ആള് പറഞ്ഞു, ജോലി അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു. അത് അത്രയും കഠിനമായ ഒരു പ്രസ്ഥാനം അദ്ദേഹം പറയുന്നത് അവര് പ്രതീക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സഹോദരിയുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്ന സഹോദരി ജോലിയെക്കാളും പ്രാധാന്യമുള്ളതാണ്. അവിടെ തുടർന്ന് പോകുന്നത് സഹോദരിയുടെ ജീവിതത്തിന് പ്രശ്നമായിട്ട് സഹോദരി കാണുന്നെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ അതിനുള്ള ബാധ്യത സഹോദരിക്കുണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടും എന്നോടും ചോദിക്കാനുള്ള ചോദ്യം, വിശുദ്ധ ജീവിതത്തിന് എത്രത്തോളം ഗൗരവമുണ്ട്, എത്രത്തോളം പ്രാധാന്യമുണ്ട്? കൈവെട്ടിക്കണ്ണ കാണണം എന്നുള്ളതായിരിക്കും നിലപാടുണ്ടോ? കണ്ണ് ഉപദ്രവമാണെങ്കിൽ കണ്ണ് പോട്ടെ എന്നൊരു ചിന്തയുണ്ട്. കണ്ണും കൈയൊന്നും വെട്ടിക്കളയുന്ന കാര്യമല്ല ഈ പറയുന്നത്. എന്നാൽ ആ നിലയിലുള്ളതായിരിക്കുന്ന കാർക്കശ്യത്തെ കുറിച്ചാണ്, ആ നിലയിലുള്ള ഗൗരവത്തെ കുറിച്ചാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. Holy life is not for people who are not willing to make the commitment. ജീവിതത്തിൽ വിശുദ്ധന്മാരായി കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ആളുകളാണ്. ആ സമർപ്പണം ഒരിക്കലായിട്ട് വരുന്ന സമർപ്പണം മാത്രമല്ല, അത് ഓരോ നിമിഷവും ആവർത്തിക്കുന്നതായിരിക്കുന്ന സമർപ്പണം. തങ്ങളുടെ ബലഹീനതകളെ കുറിച്ച് ബോധ്യപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് തൃപ്തി വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന വ്യഭിചാരത്തിന്റെ ചിന്തകൾ, അത് വ്യഭിചാരം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനെതിരെ അതികർശനമായ ഒരു നിലപാട് സ്വീകരിക്കും. ദൈവത്തിന്റെ വചനത്താലും ദൈവസന്നിധിയിലുള്ള സമർപ്പണത്താലും പ്രാർത്ഥനയാലും ഹൃദയത്തെ ദൈവസന്നിധി വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയും ജീവിതത്തില് പാടില്ല എന്ന തീരുമാനമെടുക്കുവാൻ, അതിലേക്കുള്ള ആക്രമണങ്ങൾ കടന്നു വരുമ്പോൾ ഓരോ നിമിഷവും ദൈവകൃപയിൽ ആശ്രയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുക ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പ്രസ്താവനയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, വ്യഭിചാരം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. നമ്മളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ കർത്താവ് തന്നു. അത് പോരാ അല്ലേ? അത് പോരാ. അതെന്തൊരു ഭയങ്കര അപരാധമാണ്. ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ്. ഒരു ജീവിതം മുഴുവനും നമ്മളോടൊരുമിച്ച് ജീവിക്കുവാൻ, ജീവിതം നമ്മളോടൊന്നിച്ച് പങ്കുവയ്ക്കുവാൻ തന്റെ ആത്മാവും ശരീരവും എല്ലാം നമുക്കായിട്ട് സമർപ്പിച്ചതായിരിക്കുന്ന ഒരു സ്ത്രീ പോരാ. ഇനിയും വേറെ അന്വേഷണം ആവശ്യമാണ് ചിന്തയുടെ ലോകത്തിലെങ്കിലും എന്നുള്ളതായിരിക്കുന്ന ചിന്ത എത്ര വലിയ. അതുകൊണ്ട് ദൈവം ചെയ്ത മഹാ നന്മകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങൾ ദൈവഹിതപ്രകാരം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ശക്തമായ ഒരു ദൈവകൃപ പ്രദർശിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഈ പ്രസ്താവനയെ നമുക്ക് വളരെ ഗൗരവമായി എടുക്കാം. വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ള ആളായിട്ട് ദൈവകൃപയില്ലാതെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മളുടെ പരാധീനതകളും നമ്മളതായിരിക്കുന്ന നാം എടുത്തതായിരിക്കുന്ന തീരുമാനങ്ങളും ഒക്കെ വെച്ച് അതിൻ്റെതായിരിക്കുന്ന ആ ക്രമീകരണത്തിൽ വിശുദ്ധന്മാരായിട്ട് ജീവിക്കുന്ന എത്രയോ ശ്രേഷ്ഠമായി. ദൈവമക്കളെ, ദൈവം നമ്മളെ ഈ വിഷയത്തിൽ സഹായിക്കട്ടെ. ഈ തലമുറയില് വിശുദ്ധന്മാർ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാപത്തെ ഗൗരവമായി എടുക്കാത്ത മനുഷ്യരുടെ നടുവില് ദൈവത്തെ മാനിക്കുന്ന ദൈവമക്കൾ ഈ വിഷയം ഗൗരവമായി എടുക്കുന്നു എന്ന് ലോകമറിയട്ടെ. ആ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനിട വരട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.